ക്ലാസ് 9 ചാപ്റ്റർ 2 ദഹനവും പോഷക സംവഹനവും ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്. നമ്മൾ എങ്ങനെയുള്ള ആഹാരം കഴിക്കണമെന്നാണ് പറഞ്ഞത്. നമ്മൾ വളരുവാൻ ഏറ്റവും ആവശ്യമായത് എങ്ങനെയാണ്? സമീകൃത ആഹാരം, അല്ലെ? എല്ലാം അടങ്ങിയിട്ടുണ്ടായിരിക്കണം. നമ്മളുടെ ശരീരത്തിന് വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും റൈറ്റായിട്ടുള്ള പ്രൊപ്പോർഷൻ, ശരിയായ അനുപാതത്തിൽ അടങ്ങിയ ഭക്ഷണമായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. അങ്ങനെയുള്ള ഭക്ഷണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ബാലൻസ്ഡ് ഡയറ്റ്, സമീകൃത ആഹാരം എന്ന് പറയുന്നത്. ബാലൻസ്ഡ് ഡയറ്റ് ഈസ് എ ഡയറ്റ് that to provide all the nutrients in the right proportion. എല്ലാം ശരിയായ അനുപാതത്തിൽ അടങ്ങിയ ഭക്ഷണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കണം? ന്യൂട്രിയൻസ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, ഫൈബർ, വാട്ടർ, ഇതെല്ലാം പല പല ക്വാണ്ടിറ്റിയിൽ അടങ്ങിയിട്ടുള്ള ഫുഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു സാങ്കല്പികമായൊരു കാര്യമാണ്. നമ്മൾ ഒരു ദിവസം എങ്ങനെ, എന്തോരം വസ്തുക്കൾ, കൂടുതൽ കുറവ് എന്നുള്ളൊരു അളവ് കിട്ടാൻ വേണ്ടി ഒരു സാങ്കല്പികമായിട്ട് പറയുന്നതാണ്. ഈ ഫുഡ് പ്ലേറ്റിൽ പകുതിയോളം എന്തായിരിക്കണം? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആയിരിക്കണം. പിന്നെ ബാക്കി പകുതി വരുന്നതിൽ ക്വാർട്ടർ ഏരിയയിൽ എന്താണ് വേണ്ടത്? പൾസസ്, പ്രോട്ടീൻസ് ഉള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കണം. പിന്നെയോ ബാക്കി പകുതിയിൽ സീരിയൽസ് ആയിരിക്കണം. പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് മിൽക്കോ മറ്റെന്തെങ്കിലും നമ്മൾ ഒരു ദിവസം കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഫുഡ് പ്ലേറ്റ് നമുക്ക് ശരീരത്തിന് ആവശ്യമായ എല്ലാതും കിട്ടി എന്നുള്ള രീതിയിലാണ്. അതൊരു സമീകൃത ആഹാരം എങ്ങനെ ഒരു ദിവസം എന്നുള്ളൊരു കൺസെപ്റ്റാണത് കേട്ടോ, ഫുഡ് പ്ലേറ്റ്. It is essential for those in growing age to eat a balanced diet. വളർച്ചയ്ക്ക് എന്താണ്? ബാലൻസ്ഡ് ഡയറ്റ്, സമീകൃത ആഹാരം കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. The food items like vegetables, fruits, cereals, milks and milk product, pulses, meat, etc. should be included in the diet. നമ്മുടെ ഭക്ഷണത്തിൽ ഇതെല്ലാം ഉൾപ്പെടുത്തണം, അല്ലെ? ഫ്രൂട്ട്സും വെജിറ്റബിളും സീരിയൽസും പാലും പൾസസും ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫുഡ് ആയിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കണ്ടെയ്നിങ് plenty of vitamins and minerals, other nutrients and fibers. വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും എന്താണ്? ധാരാളമായിട്ട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്, ഫൈബേഴ്സ് ഒക്കെ ഉണ്ട്. ദ കൺസെപ്റ്റ് ഓഫ് ഫുഡ് പ്ലേറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു ഹെൽത്തി ലൈഫ്. നമ്മൾ പറഞ്ഞാലേ അതൊരു കൺസെപ്റ്റാണ് ഫുഡ് പ്ലേറ്റ് ഉള്ളതെന്ന് പറഞ്ഞത്. അത് നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമായൊരു ജീവിതം നയിക്കാൻ വേണ്ടി സഹായിക്കും. ഇങ്ങനെയുള്ള ഫുഡ് എങ്ങനെയാണ് എന്തൊക്കെ ഫുഡുകൾ ഏത് രീതിയിലാണ് കഴിക്കേണ്ടതെന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് വെജിറ്റബിളും ഫ്രൂട്ട് ആയിരിക്കണം നമ്മൾ ഫുഡിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത്. അതാണ് പറയുന്നത്. മനസ്സിലായോ? എ ഫുഡ് പ്ലേറ്റ് കൺസിസ്റ്റ് ഓഫ് ഹാഫ് എ പ്ലേറ്റ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫുഡ് പ്ലേറ്റിന്റെ പകുതിയോളം എന്താണ്? ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ്. എ ക്വാർട്ടർ ഓഫ് സീരിയൽസ്, എ ക്വാർട്ടർ ഓഫ് പ്രോട്ടീൻ റിച്ച് ഫുഡ്. പിന്നെയോ ബാക്കി വരുന്ന പകുതി ഭാഗത്തിന്റെ 1/4 ഭാഗം സീരിയൽസ് ആണ്, അല്ലെ? ധാന്യങ്ങളാണ്. പിന്നെ വരുന്നതോ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ആണ്. പൾസ് ആവാം, മീറ്റ് ആവാം, എന്തോ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കാം. പിന്നെ ആൻഡ് എ ഗ്ലാസ് ഓഫ് മിൽക്ക് ഓർ ഡയറി പ്രൊഡക്ട്സ്. പിന്നെ ഒരു ഗ്ലാസ് മിൽക്ക്, പിന്നെ എന്തെങ്കിലും അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും, ന്യൂട്രിയൻസും ഫൈബേഴ്സും ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കും. ദർ ഈസ് ആൻ ഇൻക്രീസ്ഡ് ഇൻ കൺസപ്ഷൻ ഓഫ് ജങ്ക് ഫുഡ് എമോങ് ചിൽഡ്രൻസ് ടുഡേ. നമ്മൾ ഇന്നത്തെ കുട്ടികൾ എന്താ കഴിക്കണം? ഇങ്ങനത്തെ ഫുഡാണോ കഴിക്കുന്നത്? വെജിറ്റബിൾസ് ഒക്കെ കണ്ടാൽ തിരിഞ്ഞോടല്ലേ? അവർക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? ജങ്ക് ഫുഡ്സ് ആണ്, അല്ലെ? ലൈസ്, കൊക്കോകോള, അങ്ങനെയുള്ള ജങ്ക് ഫുഡ്സ് ആണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം. സച്ച് ഫുഡ് ഐറ്റംസ് ഈസ് ഹൈ കലോറീസ് ആൻഡ് ലോ ഇൻ ന്യൂട്രീഷണൽ വാല്യൂ. അങ്ങനെയുള്ള ഫുഡുകളിൽ എന്താണ്? ന്യൂട്രീഷ്യൻസ് ഉണ്ടോ? ഇല്ല. അതിൽ ലോ ന്യൂട്രിയൻസ് വാല്യൂ ആണ്. പിന്നെയോ ഹൈ കലോറീസ് ആണോ ഉള്ളത്? ഹൈ കലോറിയും ലോ ന്യൂട്രീഷണൽ വാല്യൂ ആണ്. ദീസ് ലീഡ് ടു മാൽ ന്യൂട്രീഷൻ ആൻഡ് അതർ ഹെൽത്ത് പ്രോബ്ലംസ്. ഇത് കുട്ടികളിൽ എന്തുണ്ടാക്കും? മാൽ ന്യൂട്രീഷൻ, അല്ലെ? ന്യൂട്രീഷന്റെ അപര്യാപ്തത രോഗങ്ങളൊക്കെ ഈ കുട്ടികളിൽ ഉണ്ടാക്കും. ജങ്ക് ഫുഡ് കഴിക്കൽ മാത്രമല്ല, ഇപ്പൊ കുട്ടികൾ ചെയ്യുന്നത് എന്താണ്? സ്കൂളിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരില്ല എന്നും പറഞ്ഞ് അത് ഒഴിവാക്കും, അല്ലെ? സ്കിപ്പിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് മോർ കോമൺ എമംഗ് ചിൽഡ്രൻ. This causes many problems like fatigue, drowsiness, lack of attention in studies and loss of memory. കണ്ടാ? ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കിയാൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കും? തളർച്ച, ഉറക്കം തൂങ്ങല്, ലാക്ക് ഓഫ് അറ്റൻഷൻ, സ്റ്റഡീസിൽ നമുക്ക് നമുക്കൊരു കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല. പിന്നെയോ ഓർമ്മക്കുറവൊക്കെ വരും, അല്ലെ? അപ്പൊ സ്കിപ്പ് ചെയ്യാൻ പാടണ്ട ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല.
അതെന്തായാലും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കഴിക്കുക. ഫ്രൂട്ട്സോ വെജിറ്റബിൾസിലെ എന്തെങ്കിലുമൊക്കെ ആയിട്ടോ എന്തെങ്കിലും നമ്മൾ രാവിലെ കഴിച്ചിട്ട് വേണം സ്കൂളിൽ പോകാനായിട്ട്. അതുകൊണ്ട് ശരിയായൊരു ഭക്ഷണ രീതി കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ന്യൂട്രീഷൻസ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് organism obtained and utilize food for nutrition for external environment. Which are the different stages of nutrition? നമുക്കറിയാം ജീവികൾക്ക് എന്താണ്, ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് വേണം പല ന്യൂട്രിയൻസും പോഷക ഘടകങ്ങളും ഒക്കെ ലഭിക്കാനായിട്ട്. അത് എങ്ങനെയാണ് ഓരോ ജീവികളിലും ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് അവയ്ക്ക് ലഭിക്കുന്നതെന്നാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത് എന്താണ്, ദഹനാവശിഷ്ടങ്ങളുടെ പുറന്തള്ളൽ. അപ്പം നമ്മൾ ഡൈജസ്റ്റ് ചെയ്തിട്ടുള്ള ഫുഡിന്റെ വേസ്റ്റ് പ്രൊഡക്റ്റ് അല്ലെ, അവ യൂസ് ചെയ്തിട്ടുള്ള വേസ്റ്റ് പ്രൊഡക്റ്റ് പുറന്തള്ളലാണ് ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് എന്തായിരിക്കും, ഫുഡ് കഴിക്കുക അല്ലെ, ആഹാരം കഴിക്കുക. അതിനെന്താ പറയുക, ഇൻജെക്ഷൻ ആഹാര സ്വീകരണം, ഡൈജഷൻ ദഹനം, അബ്സോർപ്ഷൻ ആഗിരണം, അസിമിലേഷൻ സ്വാംശീകരണം, ഇജക്ഷൻ പുറന്തള്ളൽ. ഇങ്ങനെ 5 തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഹാരം സ്വീകരിച്ച് അതിൻ്റെ പോഷക ഘടകങ്ങളൊക്കെ നമ്മളെ ശരീരത്തിലേക്ക് ലഭിക്കുന്നത്. അത് ഏകകോശ ജീവിയാണെങ്കിലും ബഹുകോശ ജീവിയാണെങ്കിലും എല്ലാം ഒരേപോലെയാണ്. ഇപ്പം നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ അമീബയുടെയും ഹൈഡ്രയുടെയും കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അവ ആഹാരം കഴിക്കുന്നത്. അമീബ എങ്ങനെയാ, അമീബ നിയർ ദ ഫുഡ്, അമീബ ഫുഡിൻ്റെ അടുത്തേക്ക് വരുന്നു. എൻഗൾഫ് ദ ഫുഡ് ഇൻ ടു ദ സെൽ യൂസിങ് സ്യൂഡോപോഡിയ. സ്യൂഡോപോഡിയ യൂസ് ചെയ്തുകൊണ്ട് ആ ഫുഡിനെ അതെന്താണ്, വിഴുങ്ങാണ്. എൻഗൾഫ് ചെയ്യാന്ന് വെച്ചാൽ വിഴുങ്ങുക. അതിങ്ങനെ കവർ ചെയ്ത്, കണ്ടില്ല ചിത്രത്തിൽ കാണുന്നത് പോലെ അതിന്റെ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലേക്ക് ആക്കുന്നു. ഫുഡ് ഇൻ ദ ഫുഡ് വാക്യൂൾ. ഇപ്പൊ ഫുഡ് എവിടേക്ക് എത്തി, ഫുഡ് വാക്യൂളിന്റെ ഉള്ളിലേക്ക് എത്തി. എൻസൈംസ് ഡൈജസ്റ്റ് ദ ഫുഡ്. അപ്പോൾ ഫുഡ് വാക്യൂളിലുള്ള എൻസൈംസ് എന്ത് ചെയ്യാണ്, ഈ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ സെല്ലിന്റെ ഉള്ളിൽ വെച്ചല്ലേ ഡൈജഷൻ നടന്നത്, അതിന് നമ്മൾ എന്താ പറയാ, ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്നാണ് പറയാ. റെമൈൻസ് ആർ എക്സ്പെൽഡ് ത്രൂ ദ സെൽ സർഫസ്. ബാക്കി വന്ന വേസ്റ്റ് എന്ത് ചെയ്യാണ്, പുറന്തള്ളി എന്തിലൂടെയോ, കോശോപരിതലത്തിലൂടെ അല്ലെ, സെൽ സർഫസിലൂടെ. ഇങ്ങനെയാണ് ഒരു അമീബയ്ക്ക് അതിൻ്റെ ന്യൂട്രിയൻസ് ബാഹ്യഭാഗത്തു നിന്ന് പുറത്തു നിന്നും ലഭിക്കുന്നത്. ഇനി ഹൈഡ്രയിൽ എങ്ങനെയാണ്, ഹൈഡ്ര പാരലൈസസ് ദ പ്രേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെൻറ്റിക്കിൾസ്. ടെൻറ്റിക്കിൾ യൂസ് ചെയ്തുകൊണ്ട് അവയുടെ ഇരയെ എന്ത് ചെയ്യാണ്, മരവിപ്പിക്കുക, പാരലൈസ് ചെയ്യിച്ചു. എന്നിട്ടോ ആൻഡ് ക്യാരീസ് ഇറ്റ് ഇൻസൈഡ് ദ മൗത്ത് ആൻഡ് ദെൻ ഇൻ ടു ദ ബോഡി ക്യാവിറ്റി. എന്നിട്ട് അതിനെന്ത് ചെയ്യാണ്, വായിൽ കൂടെ അതിൻ്റെ ബോഡി ക്യാവിറ്റിയിലേക്ക് ഈ ഫുഡ് ഐറ്റംസ് ഇടാണ്. ഡൈജഷൻ ബിഗാൻസ് ഇൻ ദ ബോഡി ക്യാവിറ്റി ബൈ ദ ആക്ഷൻ ഓഫ് എൻസൈംസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെൽസ് ഓഫ് ഇന്നർ വാൾ ഓഫ് ബോഡി ക്യാവിറ്റി. ഇന്നർ ഉള്ളിലെ ലെയർ ഓഫ് സെൽസ്, ആ ബോഡി ക്യാവിറ്റിയുടെ ഉള്ളിലുള്ള ഒരു ലെയർ ഓഫ് സെൽസ് എന്ത് ചെയ്യാണ്, എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ എൻസൈംസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡൈജഷൻ തുടങ്ങുന്നത്. ഈ ഡൈജഷൻ എങ്ങനെയാണ്, സെല്ലിന്റെ ഉള്ളിൽ വെച്ചിട്ടാണോ, അല്ലല്ലോ, സെല്ലിന്റെ പുറത്ത് വെച്ചിട്ടാണ്. ആ സെല്ലുകൾ എന്താണ്, എൻസൈംസിന് റിലീസ് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ ഫുഡ് പാർട്ടിക്കിൾ ബോഡിയുടെ സെല്ലിന്റെ ഉള്ളിൽ വെച്ചല്ല. അപ്പൊ അതിനെ നമ്മൾ എന്താ പറയാ, എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ. ഡൈജഷന്റെ പുറത്ത് വെച്ചിട്ടല്ലേ, അപ്പൊ നമ്മൾ അതിനെ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ എന്നാണ് പറയാം. Enzymes in the food vacuoles completely digested the partially digested components that enter the cell. അപ്പം നമ്മൾ ആ വാക്യൂളിൻ്റെ ആ ക്യാവിറ്റിയുടെ ഉള്ളിൽ വെച്ചിട്ട് പകുതി ഡൈജസ്റ്റഡ് ആയ ഫുഡ് എവിടേക്ക് എത്താണ്, സെല്ലിൻ്റെ ഉള്ളിലേക്ക് എത്താണ്. എന്നിട്ട് വാക്യൂളിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ ഹാഫ് ഡൈജസ്റ്റ് ആയ ഫുഡിനെ എന്ത് ചെയ്യാണ്, ഫുള്ളി ഡൈജസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ പകുതി ഡൈജഷൻ ആ ക്യാവിറ്റിക്ക് ഉള്ളിൽ വെച്ചു, പിന്നെ ബാക്കിയുള്ള ഡൈജഷൻ എവിടെ വെച്ച് നടന്നത്, വാക്യൂളിനുള്ളിൽ വെച്ചാണ് നടന്നത്. അപ്പൊ വാക്യൂളിനുള്ളിൽ വെച്ച് നടക്കുന്ന ഡൈജഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. സെല്ലിന്റെ ഉള്ളിലല്ലേ ഡൈജഷൻ നടന്നത്, അപ്പൊ എന്താണ്, ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ് നടന്നത്. അപ്പൊ ഹൈഡ്രയിൽ 2 തരത്തിലുള്ള ഡൈജഷൻ നടക്കുന്നുണ്ട് അല്ലെ, എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും ഉണ്ട്, ഇൻട്രാ സെല്ലുലാർ ഡൈജഷനും ഉണ്ട്. ആ ക്യാവിറ്റിയുടെ ഉള്ളിൽ വെച്ച് ആദ്യം ഫുഡ് എവിടേക്കാണ്, ക്യാവിറ്റിയുടെ ഉള്ളിലേക്കാണ് വന്നത്, അവിടെ വെച്ച് ഹാഫ് ഡൈജഷൻ നടന്നിട്ട് ആ ഹാഫ് ഡൈജഷൻ നടന്ന ഫുഡ് എവിടേക്ക് എത്തി, സെല്ലിന്റെ ഉള്ളിൽ വാക്യൂളിലേക്ക് എത്തി അല്ലേ. അപ്പൊ ബാക്കിയുള്ള ഡൈജഷൻ കംപ്ലീറ്റ് ആവാണ് അവിടെ വെച്ച്. അപ്പൊ 2 തരത്തിൽ ക്യാവിറ്റിയുടെ ഉള്ളിലും സെല്ലിന്റെ ഉള്ളിലും വെച്ച് നടക്കുന്നുണ്ട്. ഓക്കെ, റെമനൻസ് ആർ എക്സ്പെൽഡ് ത്രൂ ദ മൗത്ത്. ബാക്കി
ബാക്കി സെയിം തന്നെ. വേസ്റ്റായ ഫുഡിന് എന്താണ് മൗത്തിൽ കൂടെ പുറന്തള്ളാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ കോളം തന്നിട്ട് ഫില്ല് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ബോഡി സ്ട്രക്ചർ എങ്ങനെയാണ്? അമീബയുടെ യൂണിസെല്ലുലാർ ആണ് അല്ലെ, സിംഗിൾ സെല്ലുകൾ. ഹൈഡ്രയോ മൾട്ടി സെല്ലുലാർ ആണ്. മീൻസ് ടു ഹെൽപ്പ് ഇഞ്ചെക്ഷൻ, നമ്മൾ ഫുഡ് ആഗിരണം ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടി സഹായിക്കുന്നത് അമീബയ്ക്ക് ആരാണ്? സ്യൂഡോപോഡിയയാണ് അല്ലേ. ഹൈഡ്രയുടെയോ ടെൻറ്റിക്കിളാണ്. പാർട്ട് വേർ ഡൈജഷൻ ടേക്ക് പ്ലേസ്, എവിടെ വെച്ചാണ് ഡൈജഷൻ നടക്കുന്നത്? അമീബയിൽ ഇൻസൈഡ് ദ സെൽ, സെല്ലിനുള്ളിൽ വെച്ച് മാത്രമാണ് ഡൈജഷൻ നടക്കുന്നത്. പക്ഷെ ഹൈഡ്രയിലോ 2 തരത്തിലുണ്ടല്ലേ, സെല്ലിൻ്റെ ഉള്ളിലും പിന്നെ ക്യാവിറ്റിയുടെ ഉള്ളിൽ വെച്ചും ഡൈജഷൻ നടക്കുന്നുണ്ട്. ഇജക്ഷൻ ഓഫ് ഡൈജസ്റ്റീവ് വേസ്റ്റ് പുറന്തള്ളുന്നത് ഏതിലൂടെയാണ്? സെൽ സർഫസിലൂടെയാണ് അല്ലേ, കോശോപരിതലത്തിലൂടെയാണ് അമീബയുടേത്. ഹൈഡ്രയുടെയോ മൗത്ത്. അമീബ ഒരു ഏകകോശ ജീവിയാണ്. ഹൈഡ്ര അങ്ങനെയാണ്, ബഹുകോശ ജീവിയാണ് അല്ലെ. ആഹാര സ്വീകരണം എന്താണ്? കപടപാദം ഉപയോഗിച്ചിട്ടാണ്. ഹൈഡ്രയുടേതോ ടെൻറ്റക്കിൾ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഏകകോശ ജീവിയാണെങ്കിലും ബഹുകോശ ജീവികളിലേക്ക് എത്തും തോറും എന്താണ്? ഡൈജഷൻ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, ഒരുപാട് പ്രോസസ്സ് കൂടി വരാണ്. ഇനി ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താ? The process of converting complex food materials into simple absorbable forms. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസിനെ എന്ത് ചെയ്യാണ്? ബ്രേക്ക് ഡൗൺ ചെയ്ത്. മെക്കാനിക്കൽ ഡൈജഷൻ ബ്രേക്ക് ഡൗൺസ് ഫുഡ് ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾ. ആ ഫുഡിന് എന്ത് ചെയ്യാണ്? സ്മോൾ പാർട്ടിക്കിൾ ആയൊക്കെയാണ് മെക്കാനിക്കൽ ഡൈജഷനിൽ നടക്കുന്നത്. ദിസ് ഈസ് മെയ്ഡ് പോസിബിൾ ബൈ ചൂവിങ് ദ ഫുഡ് വിത്ത് ടീത്ത് ആൻഡ് ബൈ സ്ട്രോങ് കോൺട്രാക്ഷൻ ഓഫ് ദ മസിൽസ് ഓഫ് സ്റ്റൊമക് ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇതെങ്ങനെയാണ് ബ്രേക്ക് ഡൗൺ ആവുന്നത് സഹായിക്കുന്നത്? നമ്മുടെ പല്ലുകൾ അല്ലെ ചവയ്ക്കുന്നതിലൂടെ, പിന്നെയോ നമ്മുടെ സ്റ്റൊമക്കിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള മസിൽസിൻ്റെ കോൺട്രാക്ഷൻ, ചുരുങ്ങൽ, ആ ഒരു കോൺട്രാക്ഷൻ നടക്കുന്നതിലൂടെയും സ്മോൾ ഇൻറ്റസ്റ്റൈനിലെയും സ്റ്റൊമക്കിലെയും സ്ട്രോങ് ആയിട്ടുള്ള മസിൽസിന്റെ കോൺട്രാക്ഷനിലൂടെയും പിന്നെയോ നമ്മുടെ പല്ലുകൾ കൊണ്ട് ഇങ്ങനെ ചവച്ചരയ്ക്കുകയും ചെയ്യുന്നതിലൂടെയാണ് എന്ത് നടക്കുന്നത്? ഫുഡ് ഐറ്റംസ്, ഫുഡ് പാർട്ടിക്കിൾ സ്മോൾ ആക്കാൻ സഹായിക്കുന്നത്. അതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയുന്നത്. അപ്പൊ കെമിക്കൽ ഡൈജഷനോ, കെമിക്കൽ വാക്കി തന്നെയുണ്ട് അല്ലെ, സഹായത്തോടുകൂടി ന്യൂട്രിയൻസ് എന്ത് ചെയ്യാണ്? കോംപ്ലക്സ് ആയിട്ടുള്ള ന്യൂട്രിയൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സിമ്പിൾ അബ്സോർബിൾ ഫോം ആക്കാണ്. കെമിക്കൽ ഡൈജഷൻ, കോംപ്ലക്സ് ന്യൂട്രിയൻസ് ആർ ബ്രേക്ക് ഡൗൺ ഇൻ ടു സിമ്പിൾ absorbable nutrients by the action of enzymes in the digestive juice. ഡൈജസ്റ്റീവ് ജ്യൂസിലുള്ള എൻസൈംസുകളുടെ സഹായത്തോടെ, അവയുടെ ആക്ഷനോടെ എന്ത് ചെയ്യാണ്? കോംപ്ലക്സ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ ആവാണ്. രാസിക ദഹനവും യാന്ത്രിക ദഹനവും അല്ലെ. രാസിക ദഹനം എന്ന് പറഞ്ഞാൽ ദഹനരസങ്ങളിലെ എൻസൈമുകളുടെ പ്രവർത്തനത്താൽ സങ്കീർണമായ പോഷക ഘടകങ്ങൾ ആഗിരണയോഗ്യമായ ലഘുഘടകങ്ങളായി മാറുന്നു. ബിഹൈൻഡ് റൂമിനൻസ് എന്താണ്? അയവറക്കൽ. ഹാവ് നോട്ട് യു നോട്ടീസ് ദ കൗ ചൂ കണ്ടിന്യൂസ്ലി ഈവൻ വിൽ റെസ്റ്റിംഗ്. പശു എന്താണ്? റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്നത് കാണാം അല്ലെ. അത് എന്തുകൊണ്ടാണ്? അവയ്ക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന നേരത്ത് അവർ വേഗം കഴിക്കും. പക്ഷെ എന്നിട്ട് അത് റെസ്റ്റ് എടുക്കുമ്പോൾ അത് പിന്നെ ആ കഴിച്ചത് പുറത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ ചവയ്ക്കണ കാണാം. അതെന്താണെന്നാണ് പറയണത്. ദർ ആർ 4 ചേമ്പേഴ്സ് ഇൻ ദ സ്റ്റൊമക് ഓഫ് കൗസ്. അവിടെ അവർക്ക് എത്ര ചേമ്പർ ഉണ്ട്? സ്റ്റൊമക്കിൽ 4 ചേമ്പർ ഉണ്ട്. ദേ ആർ റൂമൻ, റെക്ടിക്കുലം, ഒമാസം ആൻഡ് എബോമാസം. ഏതൊക്കെയാണ്? റൂമൻ, റെറ്റിക്കുലം, ഒമാസം ആൻഡ് എബോമാസം എന്നിങ്ങനെ 4 ചേമ്പേഴ്സ് ആണുള്ളത്. റൂമൻ, റെറ്റിക്കുലം, ഒമാസം ആൻഡ് എബോമാസം. The components in food like cellulose, hemicellulose, etc. are break down by enzymes produced by the microorganisms present in the rumen and reticulum. റൂമനിലും റെറ്റിക്കുലത്തിലുമുള്ള മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യാണ്? എൻസൈമുകളെ പ്രൊഡ്യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടുള്ള? സെല്ലുലോസിനെയും ഹെമി സെല്ലുലോസ് അങ്ങനെ തുടങ്ങിയ ഫുഡ് ഐറ്റംസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് എൻസൈംസിനെ ആര് പ്രൊഡ്യൂസ് ചെയ്യും? റൂമത്തിലും റെറ്റിക്കുലത്തിലുമുള്ള മൈക്രോ ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യും. ദ പ്രോസസ് ഓഫ് ഡൈജഷൻ ബിക്കം മോർ എഫക്റ്റീവ് in them when he food that is temporarily stored in the rumen return
ടു ദ മൗത്ത് ആൻഡ് ഈസ് ചൂഡ് അഗെയിൻ. അതെന്തെയാണ്, ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് റൂമനിൽ. ആ ഒരു അറയിൽ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ അവർ റെസ്റ്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇത് തിരിച്ച് വായിലേക്ക് എടുത്ത് ചവച്ച് ചവച്ച് നല്ല കുഴമ്പ് രൂപത്തിലായിട്ട് ആ ഒരു ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ കാര്യക്ഷമമാക്കാനായിട്ട് സഹായിക്കും. യാന്ത്രിക ദഹനം നടക്കുന്ന ഭാഗങ്ങൾ ഏതെല്ലാമാണ് നമ്മൾ പറഞ്ഞല്ല, വായ, പിന്നെയോ സ്റ്റൊമക്ക്, പിന്നെ സ്മോൾ ഇൻഡസ്ട്രി. വായ, ആമാശയം, ചെറുകുടൽ. യാന്ത്രിക ദഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്, മൗത്തിലാണ് അല്ലേ. അപ്പോൾ മൗത്തിലെ ആരാണ് അതിന് സഹായിക്കുന്നത്, പല്ലുകളാണ്. പല്ലുകൾ ഭക്ഷണത്തെ കടിച്ചു മുറിക്കാനും നാവും സലൈവയും എന്താണ് അരയ്ക്കാൻ, ചവച്ചരയ്ക്കാനൊക്കെ ആയിട്ട് വായിൽ സഹായിക്കുന്നുണ്ട്. നമ്മുടെ വായിൽ പല തരത്തിലുള്ള പല്ലുകളുണ്ട് അല്ലേ. പക്ഷെ അവയുടെ എല്ലാത്തിൻ്റെയും ഫംഗ്ഷൻ എന്താണ്, ഒന്നാണ്, കടിച്ചു മുറിച്ച് ചവച്ചരയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫംഗ്ഷൻ. പിന്നെ നമ്മുടെ പല്ലിൻ്റെ സ്ട്രക്ചറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടീത്ത് ഹാപ്പ് ടു ബൈറ്റ് ഇൻ ടു പീസസ് ആൻഡ് ചൂ ദ ഫുഡ്. കടിച്ചു മുറിച്ച് ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പല്ല് സഹായിക്കുന്നത്. ടങ് ആൻഡ് സലൈവ ഹെൽപ്പ് ഇൻ ദ ചൂവിങ് പ്രോസസ്സ്. സലൈവയും എന്താണ് അരയ്ക്കാൻ, കുഴമ്പ് രൂപത്തിലാവാൻ വേണ്ടി ഫുഡിനെ സഹായിക്കുന്നു. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീത്ത് ആൻഡ് ദെയർ ഫങ്ഷൻസ്. ഓൾദോ ടീത്ത് ഡിഫറെൻറ്റ് ഇൻ എക്സ്റ്റേണൽ സ്ട്രക്ചർ, ദേ ഹാവ് മെനി സിമിലർ ഇൻ ഇന്റേണൽ സ്ട്രക്ചർ. പുറമേ നോക്കുമ്പോൾ പലതും പല ഷേപ്പിലും പല ഇതാണ്, പക്ഷേ ഉള്ളിലുള്ള സ്ട്രക്ചർ എന്താണ്, സെയിം ആണ് അതിൻ്റെ. ഏതൊക്കെയാണെന്നാണ്, ഏറ്റവും പുറമേ ഉള്ള പാർട്ടാണ് ഇനാമൽ. എന്താണ് അതിൻ്റെ പേര്, ഇനാമൽ. ഇതാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ്. നമ്മുടെ ബോഡിയിൽ തന്നെ ഏറ്റവും ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അതെന്താണ്, ഡെഡാണ്, അതിന് ജീവനില്ല. ഓക്കെ, ഇനാമൽ ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി, ദ ഔട്ടർ കവറിങ് ഓഫ് ദ ടൂത്ത്, നോൺ ലിവിങ്. പിന്നെ അടുത്തത് എന്താണ്, ഡെൻഡെയിൻ. ഡെൻഡെയിൻ ആണ് ലിവിങ് ടിഷ്യൂ ആണ്, അതിന് ജീവനുണ്ട്. വിച്ച് ടൂത്ത് ഈസ് ഫോംഡ്. ഡെൻഡെയിൻ ലിവിങ് ടിഷ്യൂസ് വിത്ത് വിച്ച് ഈസ് ടൂത്ത് ഈസ് ഫോംഡ്. അടുത്തത് എന്താണ്, പൾപ്പ് കാവിറ്റി. അത് ഏറ്റവും ഉള്ളിലുള്ളതാണ്. അതിലാണ് ബ്ലഡ് വെസൽസ്, മറ്റും വേദനകളൊക്കെ അറിയാനുള്ള പല കാര്യങ്ങളും അതിലാണ് ഇരിക്കുന്നത്. The innermost part of the tooth, soft connective tissue called pulp is seen. അവിടെ സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ് അവിടെ ഉള്ളത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, പൾപ്പ് എന്ന് പറയുന്നത്. ബ്ലഡ് വെസൽസ്, നെർവ്സ്, ഒഡൻഡോബ്ലാസ്റ്റ് സെൽസ് എക്സെട്ര ആർ സീൻ. അവിടെ എന്തൊക്കെ കാണാൻ പറ്റും, ആ ബ്ലഡ് വെസൽസ്, നാഡീ ഞരമ്പുകൾ എല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. സിമന്റം, കാൽഷ്യം കണ്ടെയ്ൻ കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഹോൾഡ് ദ ടൂത്ത് ഇൻ ദ സോക്കറ്റ് ഓഫ് ജം, അല്ലെ ഗം. നമ്മുടെ മോണയുടെ അവിടെ എന്താ, ഈ പല്ല് ഉറച്ചിരിക്കാൻ സഹായിക്കുന്നത് ആരാണ്, സിമന്റമാണ്. പല്ലിനെയും മോണയെയും ഉറപ്പിച്ചു നിർത്താൻ കാൽസ്യം അടങ്ങിയ യോജക കലയാണ് എന്ത്, സിമന്റം. ഇനി അടുത്തത് നമ്മുടെ ആമാശയം. ആമാശയത്തിൽ സ്ട്രോങ് മസിൽസ് ആണുള്ളത്. പിന്നെയോ പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് നമ്മുടെ ഫുഡിന് ഡൈജഷന് വേണ്ടി സഹായിക്കുന്നുണ്ട് അല്ലേ. പിന്നെ അതിൻ്റെ ലാസ്റ്റ് ഒരു പ്രത്യേക തരത്തിലുള്ള വലയപേശികളുണ്ട്. അതെന്താണ്, ആഹാരത്തെ മതിയായ സമയത്തോളം ആമാശയത്തിൽ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നു അല്ലെ. അപ്പൊ ആമാശയത്തിൻ്റെ ഉള്ളിൽ വെച്ച് എല്ലാ പ്രോസസ്സും കഴിഞ്ഞ ശേഷം മാത്രമേ ആ ഫുഡ് ഐറ്റംസെ ആ വലയം പുറത്തു വിടത്തുള്ളൂ. ദ സ്ട്രോങ് പെരിസ്റ്റാൾസിസ് ഈസ് ദ സ്റ്റൊമക് കൺവേർട്ട് ഫുഡ് ഇൻ ടു പേസ്റ്റ് ഫോം. ആ ഒരു പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ്സ് നമ്മുടെ ഫുഡിന് എന്താക്കാണ്, സ്റ്റൊമക്കിൽ വെച്ചിട്ട് പേസ്റ്റ് ഫോമിലാവാൻ വേണ്ടി സഹായിക്കും. ദ സർക്കുലാർ മസിൽസ് ഓഫ് സ്റ്റൊമക് റീറ്റെയിൻ ഫുഡ് ഇൻ ദ സ്റ്റൊമക് ഫോർ ആംബിൾ ടൈം. ആ ഒരു എത്രത്തോളം സമയം ആ ഫുഡിനെ ആ സ്റ്റൊമക്കിൽ നിർത്തണമോ അത്രയും സമയം നിർത്താനായിട്ട് നമ്മുടെ സർക്കുലാർ മസിൽസ് സ്റ്റൊമക്കിലുള്ളത് സഹായിക്കും. അങ്ങനെ പേസ്റ്റായ മൗത്തിൽ വെച്ച് കുറേ ചൂയിങ്ങും കുഴമ്പ് രൂപത്തിലായതാണ് എങ്ങോട്ട് എത്തുന്നത്, ഈസോഫാഗസിലൂടെ നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എത്തുന്നത്. ഈ സ്റ്റൊമക്കിൽ നിന്നും ഒരുപാട് ഡൈജഷനും എല്ലാം കഴിഞ്ഞിട്ട് കുഴമ്പ് രൂപത്തിലായ ഫുഡ് എങ്ങടത്തിന് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്താണ്. അവിടെ രണ്ട് തരത്തിലുള്ള മൂവ്മെന്റ്സ് ആണുള്ളത്. എന്താണ്, പെരിസ്റ്റാൾസിസും ഉണ്ട്, സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ യാന്ത്രിക പ്രവർത്തനങ്ങൾ ആഹാരത്തിന്റെ സഞ്ചാരം സുഗമമാക്കുന്നതിനും പിന്നെയോ
ആഹാരത്തെ ദഹനരസവുമായി കലർത്തുന്നതിന് സഹായിക്കുന്നു. ഈ ഡൈജസ്റ്റീവ് ജ്യൂസായിട്ട് മിക്സ് ചെയ്യാനൊക്കെ സഹായിക്കുന്നു. ഇനി നമ്മളുടെ ഡൈജഷൻ, നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഡൈജഷൻ നടക്കുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? മൗത്തിലാണ് അല്ലേ, വായയിലാണ്. അവിടെ എന്താണ്? ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിലെ സലൈവറി അമലേസിന്റെ സഹായത്തോടെ അന്നജത്തിന്റെ ദഹനം ആരംഭിക്കുന്നു. സ്റ്റാർച്ച് അവിടെ എങ്ങനെയാണ് ദഹിക്കണത്? സലൈവറി അമലേസ് എന്ന എൻസൈം സഹായത്തോടു കൂടിയാണ്. ഈ മൗത്തിൽ നിന്നും പിന്നെ എവിടേക്ക് പോകും? ഈസോഫാഗസ്, അന്നനാളം അല്ലെ, അന്നനാളം വഴി എവിടേക്ക് എത്താണ്? ആമാശയത്തിൽ എത്താണ്. ഈ അന്നനാളത്തിന്റെ മൂവ്മെന്റ്സിനെയും നമ്മൾ എന്താ പറയാ? പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ്സ് ആണ് അവിടെയും നടക്കുന്നത്. അപ്പൊ വായിൽ നിന്നും ഉമിനീരുമായി കലർന്ന് ഫുഡ് എവിടേക്ക് എത്തി? ഈസോഫാഗസിലൂടെ ആമാശയത്തിലെത്തി, സ്റ്റൊമക്കിലെത്തി. സ്റ്റൊമക്കിൽ വെച്ച് എന്ത് നടക്കും? ആമാശയത്തിൽ ആസിഡ് ഉണ്ടല്ലേ. ഏതാണ് ആസിഡ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, HCl. അതെന്തെയും ആഹാരത്തിലുള്ള രോഗാണുക്കളെ നശിപ്പിക്കും. എന്നിട്ടോ pH ക്രമീകരിക്കും. പിന്നെന്താണ്? അതിലെ എൻസൈമുകളായ പെപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ലിപ്പേസുകളോ കൊഴുപ്പിന്റെ ദഹനത്തിന് സഹായിക്കുന്നു. പെപ്സിൻ അപ്പൊ എവിടെ വെച്ചാണ്? ആമാശയത്തിൽ വെച്ചാണ്. സ്റ്റൊമക്കിൽ വെച്ചിട്ട് പെപ്സിനും ആരാണ്? ലിപ്പേസും. ഇവ എന്താണ്? പ്രോട്ടീനെയും കൊഴുപ്പിനെയും ദഹിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പൊ പ്രോട്ടീന്റെയും കൊഴുപ്പിന്റെയും ദഹനം എവിടെ വെച്ച് നടക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ആമാശയത്തിൽ വെച്ചാണ് നടക്കുന്നത് അല്ലെ, സ്റ്റൊമക്കിൽ വെച്ചാണ് നടക്കുന്നത്. പിന്നെയോ മ്യൂക്കസ് ഉണ്ട്, ഈ ശ്ലേഷ്മം. അതെന്തെയാണ്? ഈ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ നമ്മുടെ സ്റ്റൊമക്കിൽ. അത് നമ്മുടെ സ്റ്റൊമക്കിന്റെ വാള് അതിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ട് ചെയ്യാണ്. ആര്? മ്യൂക്കസ് പ്രൊട്ടക്ട് ചെയ്യാണ്. അപ്പൊ സ്റ്റൊമക്കിൽ എന്തെല്ലാമാണ്? പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. അവിടെ HCl എന്നുള്ള ആസിഡ് ഉണ്ട്, അത് രോഗാണുക്കളെ കൊല്ലുകയും pH മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ എൻസൈമായ പെപ്സിനും ഉണ്ട്, ലിപ്പേസും ഉണ്ട്. പെപ്സിൻ എന്താണ്? പ്രോട്ടീന്റെ ഡൈജഷനും, ലിപ്പേസ് ഫാറ്റിന്റെ ഡൈജഷനും, ലിപ്പിഡിന്റെ ഡൈജഷനും വേണ്ടി സഹായിക്കുന്നു. പിന്നെ മ്യൂക്കസ് എന്ന് പറഞ്ഞ മെംബ്രെയിൻ എന്തെയാണ്? അതിന്റെ വോളിനെ പ്രൊട്ടക്ട് ചെയ്യാണ്, ഗ്യാസ്ട്രിക് ജ്യൂസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ലിവർ പ്രൊഡ്യൂസസ് ബൈൽ ആൻഡ് സ്റ്റോർ ഇൻ ദ ഗോൾ ബ്ലാഡർ. ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ഗോൾ ബ്ലാഡറിൽ സൂക്ഷിക്കുകയും ചെയ്യാണ് ലിവർ. എൻസൈംസ് ആർ ആബ്സെന്റ് ഇൻ ബൈൽ. ബൈലിൽ എന്തില്ല? എൻസൈംസ് ഇല്ല. ഇറ്റ് റീച്ചസ് ദ ഡിയോഡിനം ആൻഡ് കൺവേർട്ട് ഫാറ്റ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾ ആൻഡ് റെഗുലേറ്റ് ദ pH. അപ്പൊ നമ്മുടെ ആമാശയത്തിൽ ഉള്ള pHോട് ഒരു pHലായിരിക്കും. ആ ഫുഡ് എവിടേക്ക് എത്താണ്? ഡിയോഡിനത്തിൽ എത്താണ്, സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്ന വഴിയിൽ. അപ്പൊ അവിടെ വെച്ചിട്ട് ഈ ബൈല് പ്രൊഡ്യൂസ് ചെയ്ത ലിവർ എന്താണ്? ബൈൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഗോൾ ബ്ലാഡറിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ബൈലിനെ നമ്മുടെ ഡിയോഡിനത്തിലേക്ക് റിലീസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ആമാശയത്തിൽ നിന്ന് വരുന്ന ഫുഡിന്റെ pH റെഗുലേറ്റ് ചെയ്യാനും, പിന്നെയോ ഇനിയും ഡൈജസ്റ്റ് ആവാത്ത ഫാറ്റുകൾ അതുണ്ടെങ്കിൽ എന്താണ്? അതിനെ ഡൈജസ്റ്റ് ചെയ്ത് സ്മോൾ പാർട്ടിക്കിൾ ആക്കി മാറ്റാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലിവർ സഹായിക്കുന്നത്. ഇനി ഡിയോഡിനം വഴി എവിടേക്ക് എത്തി? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്താൻ പോവാണ്. അതിനിടയിൽ ആരുണ്ട്? പാൻക്രിയാസ് ഉണ്ട് അല്ലെ. പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നു. ആര്? പാൻക്രിയാസ്. ഇത് പക്വാശയത്തിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. ഇതിലെ പാൻക്രിയാറ്റിക് അമലേസ് അന്നജത്തെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ട്രിപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ലിപ്പേസുകൾ കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കുന്നു. അപ്പൊ നമ്മുടെ ഫാറ്റിന്റെ ഡൈജഷൻ പാൻക്രിയാസിൽ എത്തുന്നതോടുകൂടി പൂർണ്ണമായിട്ടും കഴിയും. ഇനി ഒരു ഫാറ്റ് മോളിക്യൂൾസും എവിടേക്ക് എത്തൂല? നമ്മുടെ ചെറുകുടലിലേക്ക് എത്തത്തില്ല. പിന്നെ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? പാൻക്രിയാറ്റിക് അമലേസ് നമ്മളെ ഫുഡിലുള്ള ഇനിയും സ്റ്റാർച്ചിനുണ്ടെങ്കിൽ അതിനൊക്കെ ഡൈജസ്റ്റ് ചെയ്യാണ്. ട്രിപ്സിൻ എന്താണ്? പ്രോട്ടീനെയും ഡൈജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ അത്രയും ഡൈജഷനും ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫുഡാണ് എവിടേക്ക് എത്തുന്നത്? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തുന്നത്. പിന്നെ ഇവിടെ എന്താണ്? ലിപ്പിഡ് കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യണം അല്ലെ. ലിപ്പിഡിനെ കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്തിട്ട് എന്തൊക്കെയാക്കി മാറ്റുന്നുണ്ട്? ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായിട്ട് മാറ്റും. ലിപ്പിഡിനെ എന്താക്കി മാറ്റും? ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായി മാറ്റും. അങ്ങനെ ആ ഒരു ഫുഡ് ഐറ്റംസ് ആണ് പിന്നെ എവിടേക്ക് എത്തുന്നത്? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുന്നത്. കരൾ, പാൻക്രിയാസ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ചെറുകുടലിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലെ വിവിധ കാർബോഹൈഡ്രേറ്റുകൾ സങ്കീർണ കാർബോഹൈഡ്രേറ്റുകളെ
ലഘുഘടനകളായ ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, ഗലക്ടോസ് എന്നിവയാക്കുന്നു. അപ്പൊ എന്താണ് അവിടെ എത്തിയിട്ട് കാർബോഹൈഡ്രേറ്റുകൾ എന്തൊക്കെയായി മാറും? ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, ഗലക്ടോസ് എന്നിവയൊക്കെയായി മാറാണ് ചെറുകുടലിൽ വെച്ച് നടക്കുന്നത്. പ്രോട്ടിയേസുകൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡ്സുകളാക്കുന്നു. അപ്പൊ പ്രോട്ടീൻ എന്തായി മാറും? അമിനോ ആസിഡായി മാറും. ലിപ്പിഡ് എന്തായി മാറും? ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായി മാറും. സ്റ്റാർച്ച് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് എന്തൊക്കെയായി മാറും? ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, ഗാലക്ടോസ്. ഓക്കെ. ലഘു പോഷക ഘടകങ്ങൾ, ജലം, വൈറ്റമിനുകൾ, ധാതുക്കൾ എന്നിവയുടെ ആഗിരണം മുഖ്യമായും എവിടെ വെച്ചാണ് നടക്കുന്നത്? ചെറുകുടലിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ജലവും വൈറ്റമിനും ധാതുക്കളും എവിടെ വെച്ചാണ് ആഗിരണം ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ എന്താ പറയും? ചെറുകുടലിൽ വെച്ചാണ് നടക്കുന്നത്. ഇനി ദഹനത്തിൽ വൻകുടലിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ദഹനവിധേയമായ ആഹാര പദാർത്ഥങ്ങൾ ഇവിടെ എത്തുന്നു. അവശേഷിക്കുന്ന ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യുന്നത് വൻകുടലിൽ വെച്ചാണ്. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെടാതെ പോയിട്ടുള്ള എന്തെങ്കിലും ന്യൂട്രിയൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആരാഗിരണം ചെയ്യും? വൻകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെടും. പിന്നെയോ ജലത്തിൻ്റെ ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ആഗിരണം ചെയ്യുന്നത് വൻകുടലിൽ വെച്ചാണ്. വൻകുടലിലുള്ള ചില ബാക്ടീരിയകൾക്ക് വൈറ്റമിൻ കെയും ബി കോംപ്ലക്സും ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. പിന്നെയോ നമ്മുടെ ബാക്കി വരുന്ന ഫുഡ് പ്രൊഡക്റ്റ് എന്തെയാണ്? പുറന്തള്ളാണ് ശരീരത്തിൽ നിന്ന്, അല്ലേ? മലദ്വാരത്തിലൂടെ, ആനസിലൂടെ എന്തെയാണ്? ബാക്കിയുള്ള ഫുഡ് പ്രൊഡക്റ്റുകൾ, വേസ്റ്റ് വന്ന ഫുഡിന്റെ ബാക്കി വന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് ഇനി ഒരു യൂസും ഇല്ലാത്തത് പുറന്തള്ളിക്കളയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ആഹാരത്തിലൂടെയാണ് ന്യൂട്രിയൻസ് ലഭിക്കുന്നതെന്ന് മനസ്സിലായി. ഈ ആഹാരം എങ്ങനെയെല്ലാം വിഘടിക്കുന്നു, ലിപ്പിഡ്, പ്രോട്ടീൻസ് ഇതൊക്കെ എങ്ങനെയാണ് വിഘടിക്കുന്നത്, ഏതൊക്കെ എൻസൈംസ് ആണെന്നൊക്കെ നമുക്ക് മനസ്സിലായി, അല്ലേ? ഇനി നമ്മളുടെ ശരീരത്തിലേക്ക് ഈ വിഘടിച്ച നമ്മുടെ ന്യൂട്രിയൻസ് സിമ്പിൾ ഫോമിലായിട്ടുണ്ട്, അല്ലേ? അതിനെ എങ്ങനെയാണ് അബ്സോർബ് ചെയ്യണേ? എവിടെ വെച്ചാണ് അബ്സോർബ് ചെയ്യണേ? മോസ്റ്റ് ഓഫ് ദി അബ്സോർപ്ഷനും നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചാണ്. ന്യൂട്രിയൻസിന്റെ ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ നടക്കുന്നത് എവിടെ വെച്ചാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചാണ്. അത് എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈന് ചെറുകുടൽ ഏകദേശം 6 മീറ്ററോളം നീളമുണ്ട്. 6 മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സാരിയുടെ നീളമാണ് ഈ ചെറുകുടലിനുള്ളത്. അതിന് 2.5 സെന്റിമീറ്ററോളം വ്യാസവുമുണ്ട് ആ കുടലിന്. ഇനിയോ ആ പേശികൾ ഒരു പ്രത്യേക തരത്തിലാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ഫിംഗർ ലൈക്ക് സ്ട്രക്ചറുകൾ കണ്ടില്ല? പിക്ചറിൽ തന്നെ ഉണ്ടല്ലോ, ഒരുപാട് ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ കാണാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? വില്ലസ് എന്ന് പറയാം. വില്ലസ്. ചെറുകുടലിന്റെ സ്റ്റാർട്ടിങ് എവിടെയാണ്? ഡിയോഡിനം, അല്ലെ? പക്വാശയത്തിൽ നിന്നാണ് ചെറുകുടൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ടോ വൻകുടലുമായിട്ടാണ് യോജിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ, ആ ഫിംഗർ ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? വില്ലസ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ അബ്സോർപ്ഷന് സഹായിക്കുന്നത്. അങ്ങനെ ഇങ്ങനെയുള്ള സ്ട്രക്ചർ ആകുമ്പോൾ ആ ഏരിയ കൂടല്ലേ? അബ്സോർപ്ഷൻ ചെയ്യാനുള്ള ആ ഒരു ഏരിയ കൂടാണ്. അത് സ്ഥലത്ത് നേരെയാണെങ്കിലോ ഇത്ര ഏരിയ കിട്ടോ ചെറുകുടലിൻ്റെ ഉള്ളിൽ അബ്സോർപ്ഷൻ ചെയ്യാനായിട്ട്? ഇല്ല, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഫിംഗർ ലൈക്ക് സ്ട്രക്ചറായി വന്നപ്പോൾ എന്താണ്? അബ്സോർപ്ഷൻ ചെയ്യാനുള്ള ഏരിയകൾ കൂടി. അപ്പോൾ നമ്മുടെ ഫുഡിൽ നിന്നും ഒരു തുള്ളി പോലും ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാതെ പോവില്ല. നമുക്ക് ആ അബ്സോർപ്ഷന്റെ ഏരിയ കൂടുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ? ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആർട്ടറിയുടെ ബ്രാഞ്ച് എന്തെയാണ്? നമ്മുടെ വില്ലസിനുള്ളിലേക്ക് കിടന്ന് അത് ഒരുപാട് കാപ്പിലറീസ്, കുഞ്ഞു കുഞ്ഞു ഞരമ്പുകളായിട്ട് പിന്നെ എന്ത് ചെയ്യും? അത് യൂണിയൻ ചെയ്ത് ഫോം ചെയ്തിട്ട് എന്തായി മാറാണ്? വെയിനായിട്ട് മാറാണ്. വെയിൻ്റെ ഞരമ്പായി മാറാണ്. എന്നിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഈ വെയിനിൽ കൂടെ എന്തിനൊക്കെ കൊണ്ടുപോകും? നമ്മൾ അബ്സോർബ് ചെയ്ത, വില്ലസിൽ കൂടി അബ്സോർബ് ചെയ്ത ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, ഗലക്ടോസ് ആൻഡ് അമിനോ ആസിഡ്സ് എല്ലാം അതിനുള്ളിൽ കൂടെ കൊണ്ടുപോകും. നോക്കി, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചുമപ്പ് കളറല്ലേ? ആ വെയിൻ ഇപ്പുറത്തേക്ക് എത്തിയപ്പോൾ എന്താണ്? ബ്ലൂ കളറായില്ലേ? അപ്പൊ എന്താണ്? ആർട്ടറിയുടെ ബ്രാഞ്ചസ് ആണ് ഉള്ളിലേക്ക് വന്നത്. പോയപ്പോൾ എന്തായി? വെയിനായല്ലേ? ലാക്റ്റിയൽ. ദ ബ്രാഞ്ച് ഓഫ് ലിംഫ് വെസൽസ് അബ്സോർബ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ഇൻ ടു ഇറ്റ്സ് ലിംഫ്. അതിലൂടെ എന്താണ് അബ്സോർബ് ചെയ്യുന്നത്? ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളുമാണ്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെ? ലാക്റ്റയിൽ കൂടിയാണ് എന്ത്? ഫാറ്റി ആസിഡ്സിന്റെയും ഗ്ലിസറോളിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. അല്ലാതെ നമ്മുടെ വെയിനിൽ കൂടെ അല്ല. ഏതിലാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ലാക്റ്റയിലാണ് എന്തിനെ അബ്സോർബ് ചെയ്യുന്നത്? ഫാറ്റി ആസിഡ്സിനെയും ഗ്ലിസറോളിനെയും അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഫുഡിലെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും അബ്സോർബ് ചെയ്യുന്നത് ഏതിലൂടെയാണ്? ലാക്റ്റയിൽ. അപ്പോൾ ബാക്കിയുള്ള ന്യൂട്രിയൻസ്, വൈറ്റമിൻസ്, അതെല്ലാം പ്രോട്ടീൻ, ഇതെല്ലാം ഏതാണ്? രക്തലോമികകളിൽ കൂടിയാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. പക്ഷേ നമ്മുടെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഏതിലൂടെയാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്? ലാക്റ്റയിൽ കൂടിയാണ്, അല്ലേ? അപ്പോൾ ആ ഡിഫറൻസ് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ.
ഈ വിഘടിച്ച് കിട്ടിയ പോഷകങ്ങൾ, ന്യൂട്രിയൻസ് നമ്മളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ സഹായിക്കുന്നത് ആരാണ്? ബ്ലഡും ലിംഫുമാണ് അല്ലേ. അത് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യണേ, ബ്ലഡിന്റെയും ലിംഫിന്റെയും കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ബ്ലഡിന്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി നോക്കിയാൽ മതി. സിമ്പിളായിട്ട് പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ വേഗം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ബ്ലഡ് നമ്മൾ സെഡിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ഒരു ടെസ്റ്റ് ട്യൂബിൽ വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഒരു ലിക്വിഡ് പാർട്ടും വരും, അടിയിൽ എന്തോ അടിഞ്ഞുകൂടിയ ഒരു സാധനങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ മുകളിലുള്ള ലിക്വിഡ് പാർട്ടിനെയാണ് നമ്മൾ പ്ലാസ്മ എന്ന് വിളിക്കും. പിന്നെ അടിയിലുള്ളതോ സെഡിമെന്റ് ആയതൊക്കെ എന്താണ്? ബ്ലഡ് സെൽസ് ആണ്. അപ്പം ഏതൊക്കെ ബ്ലഡ് സെൽസ് ആണ് അതിലുള്ളതെന്ന് ചോദിച്ചാൽ റെഡ് ബ്ലഡ് സെൽസ് RBCs, വൈറ്റ് ബ്ലഡ് സെൽസ് WBCs, പ്ലേറ്റ്ലെറ്റ്, ഇങ്ങനെ 3 തരത്തിലുള്ള ബ്ലഡ് സെൽസ് ആണ് നമ്മൾക്കുള്ളത്. റെഡ് ബ്ലഡ് സെൽസ് നമുക്കറിയാം, അത് ഹീമോഗ്ലോബിൻ ക്യാരി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് എന്ത് ചെയ്യും? ഓക്സിജന്റെയും കാർബൺ ഡയോക്സൈഡിന്റെയും ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നത് ആരാണ്? RBC ആണ്, റെഡ് ബ്ലഡ് സെൽസ് ആണ് അല്ലേ. ഇനി വൈറ്റ് ബ്ലഡ് സെൽസ്, അതിന് വെള്ള കളർ ആയതുകൊണ്ടല്ല അതിന് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. അതെന്താണ്? കളർലെസ് ആണ്, അതിന് ഒരു പ്രത്യേകിച്ച് കളറില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ വൈറ്റ് ബ്ലഡ് സെൽസ് WBC എന്നാണ് പറയുക. അത് പ്രധാനമായിട്ട് 5 തരത്തിലാണുള്ളത്, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. വൈറ്റ് ബ്ലഡ് സെൽസ് അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പ്രതിരോധശേഷി, ഇമ്മ്യൂണിറ്റി, നമുക്ക് വേണ്ട പ്രതിരോധശേഷി തരാം എന്നുള്ളതാണ് വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ ഫംഗ്ഷൻ. പ്ലേറ്റ്ലെറ്റിൻ്റെയോ, ആ പ്ലേറ്റിൽ കാണാൻ ചെറിയ ചെറിയ ഡോട്ട് പോലെ ആയിരിക്കും കേട്ടോ. പ്ലേറ്റ്ലെറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ രക്തം കട്ട പിടിക്കാൻ, നമുക്ക് മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ആരാണ്? പ്ലേറ്റ്ലെറ്റ് ആണ്. RBC ചുവന്ന രക്താണു എന്താണ്? ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ട്രാൻസ്പോർട്ടിനാണ് സഹായിക്കുന്നത്. വെളുത്ത കോശങ്ങൾ വൈറ്റ് ബ്ലഡ് സെൽസ് എന്തിനാണ്? രോഗപ്രതിരോധ ശേഷിക്കാണ് സഹായിക്കുന്നത്. പ്ലേറ്റ്ലെറ്റ് രക്തം കട്ട പിടിക്കാൻ, ക്ലോട്ടിങ്ങിന് വേണ്ടിയാണ് സഹായിക്കുന്നത്. ഇനി ലിക്വിഡായ പാർട്ട് ഏതാണ്? പ്ലാസ്മ. പ്ലാസ്മയിൽ എന്തൊക്കെയുണ്ട്? ജലം, പ്രോട്ടീൻ, അതർ കമ്പോണൻസ്, മറ്റു ഘടകങ്ങൾ. പ്രോട്ടീൻ ഏതൊക്കെയാണ് നമ്മുടെ ബ്ലഡിലുള്ളത്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ആൽബുമിൻ നമ്മളുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു. ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൽബുമിൻ സഹായിക്കുന്നത്. ഗ്ലോബുലിൻ എന്താണ്? രോഗപ്രതിരോധ ശേഷിക്ക്, വൈറ്റ് ബ്ലഡ് സെൽസിനെ പോലെ തന്നെ അല്ലേ. അതുപോലെയല്ല, ഗ്ലോബുലിൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ എന്തിനു വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? രോഗപ്രതിരോധ ശേഷിക്ക്, ഇമ്മ്യൂണിറ്റിക്ക്. പിന്നെയോ ഫൈബ്രിനോജൻ എന്തിനാണ്? രക്തം കട്ട പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഫൈബ്രിനോജൻ എന്തിനു വേണ്ടിയാണ്? രക്തം കട്ട പിടിക്കാൻ. ഗ്ലോബുലിൻ എന്തിനു വേണ്ടിയിട്ടാണ്? രോഗപ്രതിരോധ ശേഷിയെയാണ് സഹായിക്കുന്നത്. ആൽബുമിൻ എന്താണ്? ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവ പേരുകൾ, ബ്ലഡ് സെൽസ് എന്തൊക്കെയാണ്, ബ്ലഡിന്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്, അതിന്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. എക്സാം ടൈമിൽ ടിപ്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്കത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും എക്സാമിന്. താങ്ക്